ബായാർ മുജമ്മഇന്റെ കാമ്പൗണ്ടിൽ നടക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഇങ്ങനെ അതാ വിളിച്ചു പറയുകയാണ്. അവിടത്തെ പേരുച്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടത്തെ പേരൊരു സ്ഥലത്ത് ഉച്ചരിക്കപ്പെടുമ്പോ ആ ഉച്ചരിക്കുന്നവരെ കൂടെ അല്ലാഹു ആയിരക്കണക്കായ മലക്കുകളെ പറഞ്ഞേക്കുന്നു. ഏതുപോലെ ഈ ഭൂമിയിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്താകുന്ന മഴ ലഭിക്കാൻ ഓരോ മഴത്തുള്ളികളും വരുമ്പോ ആ മഴത്തുള്ളികളുടെ കൂടെ 70,000-ത്തിലധികം മലക്കുകൾ വരുമെന്ന് പറഞ്ഞതിനേക്കാളും വലിയ റഹ്മത്താണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിച്ച് കാണിച്ചു തന്ന സഹാബത്ത് റളിയല്ലാഹു അൻഹു, അവരിൽ പ്രഗൽഭരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവസാനം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ നബിയേ, അവിടുത്തെ ആവശ്യത്തിന് വേണ്ടി എന്താണ് എന്നോട് അവിടത്തേക്ക് ചോദിക്കാനുള്ളത്, എന്ത് ചോദിക്കുന്നതിനും മടിയുണ്ടാകാൻ പാടില്ല എന്ന് ആവേശത്തോടെ സദസ്സിൽ നിന്ന് വിളിച്ചു പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവിടത്തെ പ്രസ്ഥാനത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ പോരാടുകയും ചെയ്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഴിയാണ്. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണിച്ച വഴിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് കേൾക്കുന്നത് മഹബ്ബത്താണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് മഹബ്ബത്ത് മാത്രമല്ല, ആ മഹബ്ബത്തിലൂടെ അടിത്തറയാകുന്ന ഈമാൻ വർദ്ധിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വറഫഅനാ ലക ദിക്റക, അങ്ങയുടെ സ്മരണ നാം ഉയർത്തിയിരിക്കുന്നു നബിയേ. ലോകത്ത് ഒരിക്കലും അസ്തമിച്ചു പോകാത്ത, ഏത് സെക്കൻഡിലും നിലക്കാത്ത ഒരേ ഒരു ശബ്ദമുണ്ടെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നാമമാണ്. അത് ഈ ഭൂമിയിൽ ഉച്ചരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ പരിശുദ്ധമായ നാമം എന്നാണോ ഈ ഭൂമിയിൽ നിന്ന് ഉച്ചരിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാകുന്നത്, അന്ന് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ നാമം ഉച്ചരിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഈ വിഷയം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ്, അവിടുത്തെ ശാരീരിക പ്രകൃതി, അവിടുത്തെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് സൂചിപ്പിച്ചതായി കാണാം. അവിടുത്തെ ഐനിനെ പരാമർശിച്ചുകൊണ്ട് ആയത്തുണ്ട്, അവിടുത്തെ ബസറിനെ പരാമർശിച്ചുകൊണ്ട് അതാ ആയത്ത് പരിശുദ്ധമായ ഖുർആനിലുണ്ട്. അവിടുത്തെ അവയവങ്ങൾ, പരിശുദ്ധമായ അവയവങ്ങളെ കുറിച്ചുള്ള പരാമർശം ഖുർആനിലുണ്ട്. K21 N8693 വാഹനം, K21 N8693 വാഹനം പാർക്ക് ചെയ്ത സ്ഥലത്തിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്ത് സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പരിശുദ്ധ ഖുർആനിൽ എവിടെയെല്ലാം ഉച്ചരിച്ചിട്ടുണ്ട്. അവിടുത്തെ ശരീരത്തിലെ, അവിടുത്തെ നെഞ്ചിനെ സംബന്ധിച്ച് അലം നശ്റഹ് ലക സദ്റക്, അതേ അവിടുത്തെ പരിശുദ്ധമായ നെഞ്ച്, ആ നെഞ്ചിനെ നാം വിശാലമാക്കി തന്നില്ലയോ. അവിടുത്തെ ഐനിനെ കുറിച്ച്, ബസറിനെ കുറിച്ച്, അതേപോലെ തന്നെ അവിടുത്തെ പരിശുദ്ധമായ വജ്ഹിനെ കുറിച്ച് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വജ്ഹിനെ സംബന്ധിച്ച് പരാമർശമില്ലേ? ആ പരാമർശങ്ങളിലുടനീളവും തങ്ങളെ മദ്ഹ് ചെയ്ത് ആ മദ്ഹ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഈ ആയത്തിൽ സൂചനയുണ്ട് എന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തി വെക്കുകയാണ്. മദീനയിലേക്ക് ചെന്നാൽ ആ മദീന നാട്ടിൽ, പരിശുദ്ധമായ മദീനയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ചെലവിൽ നിർമ്മാണം നടത്തിയൊരു പള്ളിയുണ്ട്. അവിടത്തെ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട്, ആരിൽ നിന്നും പണം പിരിക്കാതെ സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേരാണ് മസ്ജിദ് ഖുബാ. അല്ലാഹുവേ, ആ ഖുബായിൽ പോയി 2 റക്അത്ത് നിസ്കരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖുബായിൽ ഒരാൾ 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഴ്ചയിലെ എല്ലാ ശനിയാഴ്ചയും മസ്ജിദ് ഖുബായിൽ പോയി നിസ്കാരം നിർവഹിച്ച് ദുആരക്കുമെന്നാണ്. ആ ഖുബാ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ചെലവിൽ നിർമ്മിച്ചു എന്ന കാരണം കൊണ്ട് ആ പള്ളിയിൽ പോയി 2 റക്അത്ത് നിസ്കാരം നിർവഹിച്ചാൽ ആ 2 റക്അത്ത് നിസ്കാരത്തിന്റെ പ്രതിഫലം ഏതാണ്? തഅദിലു ഉംറതൻ വാഹിദ. ഒരു ഉംറയോടത് സമാനമാണ്. ഒരു ഉംറ ചെയ്ത കൂലിയാണ്. പരിശുദ്ധമായ മദീനയിലെ മസ്ജിദുൽ ഖുബായിൽ പോയി ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചാൽ അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം ചെലവിൽ നിർമ്മാണം നടത്തിയ പള്ളി എന്നാണ്. അവിടെ നിന്ന് കുറച്ചപ്പുറം പോയാൽ വേറൊരു പള്ളി കാണാം. ആ പള്ളിയുടെ പേര് മസ്ജിദുൽ ഖിബലതൈനി എന്നാണ്. 2 ഖിബലയുള്ള പള്ളി. ആ 2 ഖിബലയുടെ പള്ളിയുടെ ആ പള്ളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വജ്ഹു ശരീഫയെ കുറിച്ച് പറയുന്നത്. അവിടെ ഒരു മസ്ലഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സ്വഹാബത്തിന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ആ പോയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രശ്നം മസ്ലഹത്താക്കിയതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ളുഹർ ബാഗിന്റെ സമയമായി പോയി. ആ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി ഒരു മരത്തിന്റെ ചുവടിൽ